ഇനി നമ്മുടെ നാടിന്റെ അഭിമാനമായി അടുത്ത അഭിമാനമായി വളർന്നു വരുന്ന തിരക്കഥാകൃത്ത് റഫീഖ് മാളവനെ സ്നേഹാദരങ്ങളോടെ ആദരിക്കുന്നു. ബഹുമാന്യനായ സലീം കുമാർ സാർ ഒപ്പം എല്ലാവരും ചേർന്ന് റഫീഖിനെ സ്നേഹാദരങ്ങളോടെ സന്തോഷത്തോടെ ആദരിക്കുമ്പോൾ എല്ലാവർക്കും സ്നേഹ സന്ദേശം നൽകാൻ അദ്ദേഹം രണ്ടു വാക്ക് നമ്മോട് സംസാരിക്കും. മുഹൂർത്തം എന്തായാലും റഫീഖിന് സ്നേഹത്തോടെ നമ്മൾ സമ്മാനിക്കുന്നത് പ്രിയ നടൻ രനിത് മേനോൻ. ഇവിടെ നമ്മുടെ സ്നേഹം സന്തോഷം നല്ലൊരു കേൾപ്പിലൂടെ നമുക്ക് നമ്മുടെ റഫീഖിന് നൽകാം. സ്നേഹത്തോടെ സന്തോഷത്തോടെ റഫീഖ് നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു. ഇന്നത്തെ താരമായ കുഞ്ഞു മുഹമ്മദ് ആദരിക്കുന്ന കൂട്ടത്തിൽ എളിയവനായ എന്നെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് ആക്ഷൻ്റെ പ്രവർത്തകർക്ക് ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. കലാകാരൻ്റെ അന്നമാണ് അംഗീകാരം. എത്ര ചെറിയ കലാകാരനായാലും വലിയവനായാലും അംഗീകാരം കലാകാരൻ്റെ അന്നമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വളരെ വികാരമായി കൂടിയുള്ള കണ്ണുനീര് നമുക്ക് ഇത്ര വലിയൊരു സദസ്സിന് കാണാൻ കഴിഞ്ഞത്. അത് ഉള്ളിലുള്ള യഥാർത്ഥ കലയിൽ നിന്ന് വരുന്ന വല്ലാത്തൊരു വേദനയുടെ കണ്ണീരാണ്. സുഹൃത്തുക്കളെ, ഒരു എളിയ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെ സത്യത്തിൽ ബഹദൂറിനെ കൈപിടിച്ചുയർത്താൻ ഒരു പ്രേം നസീറോ സത്യൻ മാഷോ അന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 50 വർഷമായിട്ട് മലയാള സിനിമാ ചരിത്രത്തോടൊപ്പം നടന്ന ഒരു കുഞ്ഞു മുഹമ്മദിനെ കൈപിടിച്ചുയർത്താൻ ആരും ഉണ്ടായില്ല എന്നത് വസ്തുതയും ഖേദകരവുമാണ്. എന്നാൽ കഴിയുന്ന എന്ത് സഹായവും അദ്ദേഹത്തിന് ഞാൻ ചെയ്യും എന്ന് എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ നന്ദി. ഈ സായാഹ്നത്തിൽ നന്ദി. ഈ കലാകാരൻ എനിക്ക് ഒരുപാട് മുമ്പ് തൊട്ടറിയാം. വിനയാന്യതനാണ്. അദ്ദേഹം ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ നാട് കൊടുത്ത ക്ലാപ്പ് മതിയോ? മനോഹരമായ ഒരു ക്ലാപ്പ് കൊടുത്തേ നമ്മുടെ റഫീഖിനെ. താങ്ക് യു.